എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കാനാവുന്നില്ല എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ലോകത്ത് മറ്റാരെയും നിങ്ങൾ ഇത്ര മാത്രം സ്നേഹിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ആ പ്രതീക്ഷയിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്കെപ്പോഴും ആ വ്യക്തിയോട് വലിയ സ്നേഹമാണ്. നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കുമോ, ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടമാകുമോ എന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. നിങ്ങളുടെ ആശങ്ക എപ്പോഴും അതേക്കുറിച്ചാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ച അന്ന് മുതൽ നിങ്ങൾക്ക് ആശങ്ക മനസ്സിലുണ്ട്. ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഒരാളോട് സ്നേഹം തോന്നി, ആ ആൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് ആ സ്നേഹം നിലനിർത്താനും ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും സംഭവവികാസങ്ങളുടെ ഇടയിൽ ആ സന്തോഷം, ആ ബന്ധം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള സംഭവവികാസങ്ങളുണ്ടാവും. ആ സംഭവവികാസങ്ങൾക്കിടയിൽ ആ സ്നേഹം നഷ്ടപ്പെടാതെ പോകുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ആശ്വാസമാണ്. നിങ്ങളെന്നും ആശങ്കപ്പെടുന്നത് ആ വ്യക്തിയുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോ, മറ്റാരെങ്കിലും ആ വ്യക്തിയെ സ്വന്തമാക്കുമോ, ഒരാൾ പോലും ആ വ്യക്തിയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നതോ ആ വ്യക്തിയുമായി എന്തെങ്കിലും തരത്തിൽ പെരുമാറുന്നതോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും എൻ്റെ വ്യക്തിയുടെ അടുത്തൊരു സ്ഥാനവും ഞാൻ നൽകില്ല. നിങ്ങൾ മനസ്സിലുറപ്പിച്ച കാര്യമാണ്. അത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. അങ്ങനെ ആർക്കും സ്ഥാനം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ആരെങ്കിലും തൻ്റെ സ്ഥാനങ്ങളൊക്കെ തട്ടിയെടുക്കുമോ എന്നുള്ള ആശങ്കയും ഭയവുമാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു സ്ഥാനവും നൽകാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടേത് മാത്രമാകണമെന്നാണ് ചിന്ത. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയുടെ കാര്യം പറയുകയോ ആ വ്യക്തിയുമായി സംസാരിക്കുകയോ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല. നിങ്ങളത് ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ ചിലർ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ ആദ്യം അത് സംശയമായിട്ടാണ് കണ്ടത്. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി ആ വ്യക്തിയെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു. അവർക്ക് ആ വ്യക്തിയിൽ ആഗ്രഹങ്ങളുണ്ടായേക്കാം, അവർക്ക് ആ വ്യക്തിയിൽ നോട്ടമുണ്ടായേക്കാം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചിലർ നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ കൃത്യമായി ആ വ്യക്തിയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യമാണ്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെയൊന്നുമില്ല, എല്ലാം നിൻ്റെ തോന്നലാണെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവാം. ഏതായാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വിഷമമായി വരുന്നു. ഇനി പറയാൻ നിങ്ങൾക്ക് വോയിസ് ഇല്ല, സംസാരിക്കാൻ വോയിസ് ഇല്ല ഇതേക്കുറിച്ച്. പക്ഷെ എന്നാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആശങ്ക മാറുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആഴത്തിലുള്ള ഒരു ഉദാഹരണമാണത്. മറ്റാർക്കും ഞാൻ നൽകില്ല, മറ്റാർക്കും ഞാൻ കൊടുക്കില്ല, എൻ്റെ വ്യക്തി എനിക്ക് തന്നെ വേണം എന്നുള്ള നിങ്ങളുടെ ചിന്തയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നതും ആ സ്നേഹം തന്നെയാണ്. കാരണം സ്നേഹിച്ചു പോയതുകൊണ്ട് വിട്ടുകളയാനും കഴിയുന്നില്ല. ഓരോ നിമിഷവും സമാധാനം നഷ്ടപ്പെട്ട ആശങ്കയുണ്ടാകുകയാണ്. എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോകുമോ? നിങ്ങൾക്കുള്ള കുറവുകളെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്കുള്ള കൂടുതൽ കഴിവുകൾ, അതെല്ലാം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട്.
നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം വിഷമമായി മാറുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്കുള്ള കഴിവുകൾ, മറ്റുള്ള ആളുകൾക്കുള്ള ഗുണങ്ങൾ, അത് എല്ലാം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കുറഞ്ഞു പോയല്ലോ, ഞാൻ കഴിവ് കുറഞ്ഞ ആളാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു തരം അസൂയൊക്കെ ഉണ്ടാകുന്നുണ്ട് മറ്റുള്ളവരോട്. അവർ നിങ്ങളെ വഞ്ചിക്കുമോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ. പക്ഷെ നിങ്ങളൊരിക്കലും ഒരാശങ്കയും വേണ്ട. നിങ്ങൾ ഈ ആശങ്കകൾക്കിടയിൽ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഒരു പരിധിയുമില്ല. എല്ലാ പരിധികളും, എല്ലാ കാര്യങ്ങൾക്കും അപ്പുറത്തേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് അളന്നെടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ ആശങ്കപ്പെടുമ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചാണ് ചിന്ത. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അതറിയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ നഷ്ടപ്പെടരുതെന്ന് ആശങ്കപ്പെടുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. നിങ്ങൾ ഉപേക്ഷിച്ച് പോയാൽ പോലും ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ചെറിയ ചെറിയ വഴക്കും പിണക്കങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ ബന്ധത്തിൻ്റെ ഏറ്റവും ശാശ്വതമായ ഒരു സ്ഥായി ഭാവം അത് തന്നെയാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സമാധാനമായിരിക്കും തീർച്ചയായിട്ടും. കാരണം ആശങ്കകൾക്കും വ്യാകുലതകൾക്കും ഇടയിൽ നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ മറ്റാരുമില്ല. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും കഴിയുന്നില്ല. ചിലർ ആവേശത്തിൽ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ വരും. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് വലിച്ചെടുക്കാൻ, നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ അവർ വരും. പക്ഷെ അവരുടെ മനസ്സിൽ പോലും നിങ്ങൾ ഒരു നിമിഷം നൽകുന്ന സ്നേഹം പോലും അവിടെ ഇല്ല. അവർ കേവലം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള സത്യം നിങ്ങളുടെ വ്യക്തി അറിയുകയാണ്. നിങ്ങളുടെ വ്യക്തി ഏറ്റവും ശാശ്വതമായ സ്നേഹം നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയുന്നു, നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നു, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് വിജയിക്കാൻ കഴിയുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.